بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. صدق الله مولانا العلي العظيم. قال نبينا وسيدنا وحبيبنا المصطفى محمد صلى الله عليه وسلم: خيركم من تعلم القرآن وعلمه. شفيع الورى طه رسول الله صلى الله عليه وسلم. ഏറ്റവും അഭിനന്ദരായ എന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധ പ്രകടനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പാനൂർ മേഖല SVSന്റെ കരുത്തനായ സാരഥി ഇസ്മായിൽ സാഹിബ്, കണ്ണൂർ ജില്ലയിലെ SVSന്റെ പ്രഗത്ഭനായ സാരഥി ഭയങ്കരനായ നാരോഗ് മാസ്റ്റർ, അതുപോലെ ബഹുമാന്യനായ ഷൗക്കത്ത് അലി അവர்களെ, കൂടാതെ എന്റെ മുമ്പിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മക്ക SKICയുടെ ഭാരവാഹികൾ, അതിന്റെ ഗുണകാംക്ഷികൾ, മറ്റു മജ്‌ലിസിനോരിലും ഈ നല്ല സംരംഭത്തിലും പങ്കെടുത്ത് പുണ്യം നേടാനായി ഒരുമിച്ച് ചേർന്ന മുഴുവൻ ആളുകളും, അതുപോലെ ലൈവായി ഈ സംരംഭം കേട്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിദേശത്തുള്ള മറ്റു സഹോദര സഹോദരിമാർ എല്ലാവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതേപോലെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മർഹബൻ യാ ശഹ്റ റമളാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സൗദി നാഷണൽ കമ്മിറ്റി റമളാൻ സംബന്ധമായ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ആചരണത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ അതിയായി സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന്റെ എല്ലാ പരിപാടികളിലും നമ്മുടെ പ്രവർത്തകന്മാർക്ക് ശേഷിയും അതിനുള്ള ക്ഷേമശയും റബ്ബ് തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ ഗുണഭോക്താക്കളായ മുഴുവൻ ആളുകളും വേണ്ട വിധം അവർക്ക് എന്തെങ്കിലും ലഭിച്ചതായുള്ള ഒരു സംതൃപ്തി അല്ലാഹു ഇവരുടെ പ്രവർത്തനത്താൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ വിഷയം പരിശുദ്ധമായ റമളാൻ എന്ന് പറയുമ്പോൾ നേരിട്ട് നമ്മളൊക്കെ റമളാനിന്റെ നോമ്പിലേക്കാണ് സ്വാഭാവികമായിട്ട് കിടക്കാറുള്ളത്. ഞാൻ അങ്ങനെ ഒരു ആസ്പെക്റ്റിലൂടെയല്ല ഈ വിഷയത്തെ കാണുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ ശരീഫ് എന്ന് പറയുന്ന മാസത്തെ നമുക്ക് അനുഗ്രഹിച്ചത് പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നാണ് ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതിലേറ്റവും ഒന്നാമത്തെ തെളിവ് അല്ലാഹു മനുഷ്യകുലത്തെ എന്തിനു വേണ്ടി പടച്ചു എന്നതിനെ ഖുർആൻ വളരെ വ്യക്തമായി ഉദ്ധരിക്കുന്നു സൂറത്തുർ റഹ്മാൻ. അതുകൊണ്ടാണ് റമളാനിനെ കുറിച്ച് പറയുന്ന ഈ അധ്യായം റമളാന്റെ നോമ്പിനെ കുറിച്ച് വളരെ വ്യക്തമായി പരാമർശിക്കുന്ന ഖുർആനികമായ വചനങ്ങൾ ധാരാളമുണ്ടല്ലോ അൽ-ബഖറയിൽ. എന്നിട്ടും അർ-റഹ്മാൻ സൂറത്തിന്റെ വചനം ഇവിടെ ഓടി തുടങ്ങുവാനുള്ള കാരണം മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്തിനു വേണ്ടിയാണ്? അർ-റഹ്മാൻ, റഹ്മാനായ റബ്ബ്, അല്ലമൽ ഖുർആൻ, അവൻ ഖുർആനിനെ പഠിപ്പിച്ചിരിക്കുന്നു. ഖലഖൽ ഇൻസാൻ, അവൻ പരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ മനുഷ്യന്റെ ക്രിയേഷൻ അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ക്രിയേഷൻ, എന്തെങ്കിലും ഒരു സംഗതി ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ ഡിസൈനിങ് പൂർത്തീകരിക്കുക ചെയ്യും. ഉദാഹരണമായിട്ട് ഒരു ബിൽഡിങ്ങിന്റെ ഡിസൈനിങ് പൂർത്തീകരിക്കുന്ന സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആള്, അല്ലെങ്കിൽ ഇന്ന് ഡിസൈനിങ് മേഖലയിൽ നന്നായിട്ട് കോഴ്സ് പൂർത്തീകരിക്കുകയും അതിൽ നല്ല മാസ്റ്ററി നേടുകയും ചെയ്തിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സംഗതി ആദ്യം പരിപൂർണമായിട്ടും ഡിസൈൻ ചെയ്യും. ഒരു വീടിന്റെ പണിക്ക് വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിൽ വരച്ച്, അത് കൃത്യമായി ഓട്ടോകാഡിൽ വരച്ച്, അത് നല്ല 3 ഡയമെൻഷണലായ ചിത്രമായി ചിത്രീകരിച്ച്, അതിന്റെ വീഡിയോ രൂപമുണ്ടാക്കി, അതിന്റെ പിക്ചർ നമുക്ക് കൃത്യമായി പുറത്തേക്ക് പ്രിന്റ് ഔട്ട് ചെയ്തിട്ട് കയ്യിൽ തരും. ഇതാ നിങ്ങളുടെ വീടിന്റെ ചിത്രം എന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മുടെ വീടുണ്ടായിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ വീടിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അതിന്റെ ഡിസൈനിങ് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ്. ഇതേ മാതിരിയല്ലേ പടച്ചോൻ പറയുന്നത്? അർ-റഹ്മാൻ, റഹ്മാനായ റബ്ബ്, അല്ലമൽ ഖുർആൻ, അവൻ ഖുർആനിനെ പഠിപ്പിച്ചിരിക്കുന്നു. ഖലഖൽ ഇൻസാൻ, അവൻ മനുഷ്യനെ പഠിച്ചിരിക്കുന്നു. അല്ലാഹു തആല റഹ്മാനായ റബ്ബ് ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറയുന്നു. പിന്നെയാണ് മനുഷ്യനെ പഠിച്ച വിഷയം പറയുന്നത്. അപ്പോ അതിന്റെ ഉദ്ദേശ്യം
മനുഷ്യനെ പടച്ചത് തന്നെ ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുകയാണ്. അതിലേക്ക് ഒന്നുകൂടി ബലം നൽകുന്ന ആയത്താണ് പരിശുദ്ധ ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഖുർആൻ. എന്താണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമളാനിന്റെ പ്രത്യേകത? 30 ദിവസം നോമ്പുണ്ട് എന്നതാണോ? അല്ല. നോമ്പ് പിന്നെയാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ ഇറങ്ങി എന്നതാണ് പ്രത്യേകത. നോമ്പ് ഈ ഖുർആൻ ഇറങ്ങിയ കാരണത്താൽ അതിനെ ആചരിക്കാൻ വേണ്ടി അല്ലാഹു തആല 30 ദിവസം അനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞതാകാം. ശഹ്റു റമളാൻ, യഥാർത്ഥത്തിൽ റമളാൻ മാസം എന്ന് പറഞ്ഞാൽ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ. അല്ലേ, ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമളാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. റമളാൻ എന്ന് പറയുമ്പോൾ ആ മാസം നോമ്പുണ്ട്. പക്ഷെ അതിനെങ്ങനെയാണ് അല്ലാഹു തആല പറയുന്നത്? ഫമൻ ശഹിദ മിൻകും അശ്ശഹറ ഫൽയസുംഹു. അതുകൊണ്ട് ആ റമളാൻ ഇറങ്ങിയ മാസത്തിൽ നിങ്ങൾ ഹാജറുണ്ടെങ്കിൽ നോമ്പ് നോൽക്കണേ. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അത് ഫർളാണ്, ശരിയാണ്. പക്ഷേ ഏറ്റവും പരമപ്രധാനം ഖുർആൻ ഇറങ്ങിയ മാസം ആയി എന്നതാണ്. അപ്പൊ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട് 2 മാസം മുതൽക്ക് അതിന്റെ ഒരുക്കം അല്ലാഹു തആല ആരംഭിച്ചു. അതാണ് റജബ് മാസം, ശഹറുല്ലാഹി, ശഅബാൻ മാസം, ഹബീബിന്റെ മാസം എന്ന് പറഞ്ഞ മാസം. ഇത് രണ്ടിലും ആരംഭിച്ചു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. 2 മാസം മുമ്പേ ഇതിന്റെ മഹത്വം അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇനി നോക്കൂ, നിങ്ങൾ കഴിഞ്ഞില്ലല്ലോ. റമളാൻ കഴിഞ്ഞാൽ ശവ്വാലാണ്, ദുൽഖഅദാണ്, ദുൽഹിജ്ജയാണ്. അതായത് റമളാൻ മാസത്തിന്റെ മുമ്പുള്ള 2 മാസവും ശേഷമുള്ള 3 മാസവും ടോട്ടൽ 3 + 2 5 മാസങ്ങൾ അള്ളാഹു മുന്നിലും ബേക്കലുമായി ആദരവ് കൊടുത്തു. ഇനി ഹജ്ജ് പെരുന്നാളോടുകൂടി അവസാനിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മാസത്തിന്റെ മഹത്വം, അഥവാ റമളാന്റെ മഹത്വം. ശവ്വാൽ കഴിഞ്ഞ് ദുൽഖഅദ് കഴിഞ്ഞ് ദുൽഹിജ്ജയിലാണ്, പെരുന്നാളോടുകൂടി സമാപിക്കുകയാണ്. റജബിൽ തുടങ്ങിയ മഹത്വമാണ് ഇത്, ഖുർആനിന്റെ മഹത്വമാണ്. അതുകൊണ്ട് തന്നെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ ആൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്ത ആളാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ നന്നായിട്ട് പഠിക്കുകയും അത് ജനങ്ങളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ സൂറത്താണല്ലോ സൂറത്തുൽ ജുമുഅ ആരംഭിക്കുന്നത് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി അൽ മലിക്കിൽ ഖുദ്ദൂസ് അൽ അസീസുൽ ഹകീം എന്നാണ്. രണ്ടാമത്തെ ആയത്ത് അല്ലാഹു തആല പറയുന്നത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ, അവൻ നബിയെ അയച്ചവനാണ്. അല്ലാഹു ആരെന്ന് പറഞ്ഞു ആദ്യത്തെ ആയത്തിൽ. രണ്ടാമത്തെ ആയത്തിൽ റസൂൽ ആരെന്ന് പറഞ്ഞു. ആ റസൂൽ ആരാണ്? റസൂൽ യസ്ലു അലൈഹിം ആയാതിഹി. അല്ലേ, ആ റസൂല് അള്ളാഹുവിന്റെ ആയത്തുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്ന ആളാണ്. ഈ 4 കാര്യങ്ങളും പറഞ്ഞു തരാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പൊ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമളാനിന്റെ മഹത്വം. അപ്പൊ എന്തിനായിരിക്കും നോമ്പ്? അല്ലാഹുതആല ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും നോമ്പുണ്ടല്ലോ. എന്താ നോമ്പിന്റെ മഹത്വം? നിങ്ങൾ 8 കാലിയൊക്കെ ഇവിടെ ഈ റൂമിൽ വലിയ 8 കാലിനെ കാണാനില്ല. 8 കാലി 8 മാസങ്ങളോളം നോമ്പ് നിൽക്കും. അത്രേ 6 മാസത്തിലേക്ക് നോമ്പ് നിൽക്കുന്ന 8 കാലിമാരുണ്ട്. കീടങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ സുവോളജിയിൽ എന്റമോളജി എന്ന് പറയും. ആ എന്റമോളജിയിൽ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, അതിൽ ബിരുദമുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ പറയുന്നുണ്ട്, എന്റമോളജിയിൽ കൃത്യമായിട്ട് ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ഈ 8 കാലിയെ കുറിച്ച് അവർ നന്നായിട്ട് നോമ്പ് നിൽക്കുന്ന ജീവിയാണ് 8 കാലി. സ്പൈഡേഴ്സ് നന്നായിട്ട് നോമ്പ് നിൽക്കാറുണ്ട് 8 കാലി. ബാക്ടീരിയ എന്ന് പറയുന്ന വളരെ ചെറിയ ജന്തു, ഹൈബർനേഷൻ എന്ന് പറയുന്ന നോമ്പ്, ബാക്ടീരിയക്ക് നോമ്പുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇല്ലേ, ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എത്ര ചെറിയ ജന്തുവാണ്. അത് ജന്തു അത് കാണാൻ കഴിയോ? ഇല്ല. ബാക്ടീരിയ നമ്മൾ അങ്ങേയറ്റം മൈക്രോസ്കോപ്പിക് വ്യൂയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രം നമുക്ക് സാധ്യമാകുമെന്നല്ലാതെ അത്രക്കും മൈന്യൂട്ട് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം ബാക്ടീരിയക്ക് നോമ്പുണ്ട്, ഹൈബർനേഷൻ എന്ന് പറയും ആ നോമ്പിൽ. കമ്പ്യൂട്ടറിന് ഹൈബർനേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് തുറന്നു വെച്ച ഫംഗ്ഷനൊക്കെ അതേമാതിരി കൂട്ടി വെക്കാനുള്ള ഓപ്ഷനാണ് ഹൈബർനേഷൻ എന്ന് പറയും. ആ സ്റ്റാർട്ടിൽ പോയിട്ട് പിന്നെ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ റീസ്റ്റാർട്ട്, ഹൈബർനേറ്റ് ആൻഡ് ഷട്ട് ഡൗൺ എന്നാ കാണിക്കുക.
ഹൈബർനേറ്റ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള അവസ്ഥയിൽ അങ്ങനെ നിൽക്കുക എന്നാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ, ശരീരത്തിലുള്ള അവസ്ഥയിൽ അങ്ങനെ കഴിഞ്ഞുകൂടുക, ബാക്കി അവിടുന്ന് റീപ്രൊഡക്ഷൻ എന്തെങ്കിലും കഴിക്കോളൂ. ദാറ്റ് ഈസ് ഹൈബർനേഷൻ. ബാക്ടീരിയ പോലും നോമ്പ് നിൽക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും നോമ്പ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. സസ്യങ്ങൾക്ക് നോമ്പുണ്ട്, ജന്തുക്കൾക്ക് നോമ്പുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറഞ്ഞു പരിശുദ്ധ റമളാൻ ശരീഫിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നോമ്പിനെ ഫർമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻകാല സമൂഹത്തിന് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന അമേരിക്കക്കാരനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ മുസ്ലിങ്ങളുടെ നോമ്പിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള വലിയ ഒരു ശാസ്ത്രകാരനാണ്. അദ്ദേഹം അതിന്റെ ഗ്രന്ഥം തന്നെ, അതേ വലിയൊരു പുസ്തകം തന്നെ അതിനുവേണ്ടി തയ്യാറാക്കി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്ന നോമ്പിന്റെ ശാസ്ത്രീയ വശം വിശദീകരിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ എഴുന്നേറ്റ് നിന്നത്, അതിന്റെ അനിവാര്യത എന്തിനു വേണ്ടിയാണെന്ന് കൂടി ചിന്തിക്കാനാണ്. നോമ്പ് ഒരാൾ കൃത്യമായി നോക്കി കഴിഞ്ഞാൽ, എന്റെ പ്രിയങ്കരനായ സ്നേഹിതൻ, ഒരുപക്ഷെ കേരളത്തിൽ വളരെ അറിയപ്പെട്ട ഒരു വലിയ വിവാദ നായകനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങളൊക്കെ ഏഷ്യാനെറ്റിലൂടെ നന്നായിട്ട് കേട്ട് പരിചയമുണ്ടാകും അല്ലെ. അതായത് വേഷവിധാനത്തിന്റെ വിഷയത്തിൽ ഒരു വലിയ വിവാദം വന്നിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെ സ്കർട്ടുമായി ബന്ധപ്പെട്ട്, പെൺകുട്ടിയുടെ ഉടവാടയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചർച്ച നടത്തിയിരുന്ന ഒരാളുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. ഗവൺമെന്റിന്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വലിയ പ്രൊഫസറാണ് അദ്ദേഹം. ഇന്നത്തെ മൈക്രോബയോളജി ഗ്രന്ഥരചയിതാവാണ് അദ്ദേഹം. അപ്പോ അദ്ദേഹത്തിന്റെ ക്ലിപ്പാണ് ഇന്ന് പലപ്പോഴും യൂട്യൂബിലും അതുപോലെ തന്നെ വാട്സപ്പിലുമൊക്കെ പെൺകുട്ടികളുടെ ടൈറ്റ് ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെൺ സൗണ്ടിന്റെ രീതിയിലുള്ള ഒരു സൗണ്ട്. അദ്ദേഹം വലിയ ഡോക്ടറാണ്, അദ്ദേഹം പെണ്ണല്ല, ആണ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ സൗണ്ട് അങ്ങനെ ഒരു കിളിക്കൂറ്റാണ് എന്ന് മാത്രം. അപ്പോ ആ മഹാനായ മനുഷ്യൻ അദ്ദേഹം പറയാണ്, ഞാൻ 6 വർഷത്തിനെതിരെ 16 വർഷത്തിലധികമായി ഞാൻ നോമ്പ് നോച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നാൽ, പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ മതത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാണ്. കുറേശ്ശെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മതത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. ഏതായാലും അങ്ങനെ പലരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി റമളാന്റെ തുടക്കമായി കഴിഞ്ഞാൽ കാണും ഏതെങ്കിലും ഒരു ഗോപാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാത്യു അദ്ദേഹം കൊല്ലങ്ങളായി നോമ്പ് നിൽക്കുന്നു എന്നുള്ളതാണ്. നോമ്പ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നത് ഭയങ്കര സംഭവമാണ്. ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന അമേരിക്കക്കാരനായിട്ടുള്ള ശാസ്ത്രകാരൻ നോമ്പിന്റെ അനിവാര്യതയെക്കുറിച്ച് അദ്ദേഹം ഗ്രന്ഥം രചിച്ചു. ആ ഗ്രന്ഥത്തിൽ പറയുന്നത് മനുഷ്യന്റെ കൊഴുപ്പ്, അടിഞ്ഞുകൂടിയ ശരീരത്തിലെ കൊഴുപ്പുകൾ അത് ക്രമാതീതമായി അതിനെ കൺട്രോൾ ചെയ്യപ്പെടും മുസ്ലിങ്ങൾ നോമ്പ് നിൽക്കുന്ന ഈ പ്രക്രിയയിലൂടെ എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ഈ വയറിന്റെ ഈ ഭാഗത്താണ് അത്രേ. അതാണ് ഈ കുംഭ ഒരുക്കുന്നത് പലർക്കും. അങ്ങനെ ഇവിടെ അറുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ചില പോത്തിനെയൊക്കെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കാളയെ അറുത്ത് കഴിഞ്ഞാൽ മഞ്ഞ കട്ടിയുള്ള എന്താ പറയുക ഇറച്ചിക്ക് ഇങ്ങനെ കാണും. ഈ മഞ്ഞ കട്ടി എന്ന് പറഞ്ഞാൽ തന്നെ അത് നല്ല കൊഴുപ്പാണെന്ന് മനസ്സിലാക്കണം. മനുഷ്യന്റെ ബോഡിയിൽ നിന്ന് ഈ ഭാഗം മുറിച്ചെടുത്താൽ പെണ്ണുങ്ങളുടെ ആണെങ്കിൽ ആണുങ്ങളുടെ ഈ ഭാഗം ഇങ്ങനെ കുംഭ ഇങ്ങനെ തുറച്ചെടുക്കണമായി ഉണ്ടാവും. ഇവിടെയാണ് അത്ര കൊഴുപ്പ് ഏറ്റവും കൂടുതൽ അടിഞ്ഞുകൂടുന്നത്. ഹെർബർട്ട് സ്പെൻസർ തന്റെ ഈ ഗ്രന്ഥത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ ശരീരത്തിൽ ആഹാരം കൃത്യമായിട്ട് കിട്ടാതിരുന്നാൽ ആ സമയത്ത് ഇതര ഭാഗങ്ങളിൽ നിന്ന് ആഹാരം ശേഖരിക്കാൻ, പ്രോട്ടീനിനെ ശേഖരിക്കാൻ, കാർബോഹൈഡ്രേറ്റ്സിനെ ശേഖരിക്കാൻ മനുഷ്യന്റെ ശരീരം ശ്രമം നടത്തുമെന്നാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുകളായിട്ട് അടിഞ്ഞുകൂടി കിടക്കുന്ന ഭാഗത്തിൽ നിന്ന് ശരീരം വലിച്ചെടുത്ത് ആ കൊഴുപ്പുകൾ ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കില്ല. ഹാർട്ടിന്റെ പ്രധാനപ്പെട്ട രോഗമാണ് ഇന്ന് പ്രഷർ എന്ന് പറയുന്നത്. ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുമത്രേ. അൽഹംദുലില്ലാ. ഞാൻ പറയുന്ന ഹെർബർട്ട് സ്പെൻസർ അതിന്റെ ഭൗതിക വശം വിശദീകരിക്കുക. ഞാൻ അതിന്റെ ആത്മീയ വശത്തിലേക്ക് അവസാനം വരും. ഭൗതിക വശം ആദ്യമായിട്ട് വിശദീകരിക്കുന്നത് ഒരു അമേരിക്കക്കാരനായിട്ടുള്ള ശാസ്ത്രകാരൻ ഹെർബർട്ട് സ്പെൻസറുടെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയാം, എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന പ്രഷർ. നമ്മളൊക്കെ പ്രഷർ രോഗി, പ്രഷർ എന്ന് പറയാണ്. നമ്മളെ മലപ്പുറം ഭാഷ പ്രഷർ അത് യഥാർത്ഥത്തിൽ ബ്ലഡിന്റെ ഈ ഇടി, ബ്ലഡ് നന്നായിട്ട് ഇടിക്കുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കാൻ ഒരു വലിയ ടാങ്ക്, വാട്ടർ ടാങ്ക്. ആ വാട്ടർ ടാങ്കിൽ വെള്ളം ശക്തമായി കിണറ്റിൽ നിന്ന് അങ്ങോട്ട് അടിച്ചു കയറ്റുകയാണ്. അതുപോലെയാണ് ശരീരത്തിലെ നമ്മുടെ ഹൃദയം.
ആ ഹൃദയമാണ് ബ്ലഡിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ശരീരത്തിന്റെ നിഖില മേഖലകളിലേക്കും അതിന്റെ പ്രസരണം അല്ലെങ്കിൽ ബ്ലഡിന്റെ സർക്കുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ബ്ലഡിന്റെ സർക്കുലേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ അദ്ദേഹം ഉദാഹരിക്കുന്നത് എന്തിലൂടെയാണ്? ഒരു വാട്ടർ ടാങ്കിലേക്ക് കിണറ്റിൽ നിന്ന് വെള്ളം അടിക്കുന്നത് പോലെ അതിൽ നിന്ന് താഴോട്ട് ഇതര ചെറിയ ചെറിയ പൈപ്പുകളിലേക്ക്, ബാത്റൂമുകളിലേക്ക്, അടുക്കളയിലേക്ക്, മറ്റു റൂമുകളിലേക്ക് വെള്ളം ചെറിയ ചെറിയ കുഴലുകളിലാക്കിയിട്ട് പോകുന്ന പോലെയാണ് ഹൃദയത്തെ അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത്. എന്നിട്ട് പറയാം, ആ വെള്ളം മേലെങ്ങനെ അടിച്ചു കയറ്റുന്ന സമയത്ത് പൈപ്പിന് എവിടെയെങ്കിലും ഈ എച്ചില് കെട്ടിയിട്ട്, കാരണം ചിലപ്പോൾ കുളത്തിലെ ചണ്ടി അല്ലെങ്കിൽ പാടത്തെ ചണ്ടിയൊക്കെ പറഞ്ഞ മാതിരി ഈ വാട്ടർ ടാങ്കിലൂടെ അടിയിലെ ഫുട് വാൾവിലൂടെ സാധനം മേലോട്ട് കയറി പോയിട്ട് ആ കുഴലുകൾക്ക് അടച്ചിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മോട്ടർ എന്ത് ചെയ്യും? ശക്തമായി വലിക്കാൻ ശ്രമം നടത്തും. അപ്പൊ മോട്ടർ ആയതുകൊണ്ട് ചിലപ്പോൾ ശക്തമായി വലിച്ച് മുപ്പരാ വലിയിലെണ്ണ് മുട്ടും, പിന്നെ മോട്ടർ കംപ്ലൈന്റ് ആവും, പിന്നെ ഇതൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഫുട് വാൾവിന്റെ അവിടെ സാധാരണഗതിയിൽ ഒരു അരിപ്പ, ഒരു സ്ട്രെയിനർ വെക്കാറുള്ളത്, ഒരു അരിപ്പ വെക്കാറുണ്ട്. പക്ഷെ ആ അരിപ്പ ഇല്ലാത്തതിന്റെ കഥ എന്താണ്? അതങ്ങ് കയറിപ്പോയി എവിടെയെങ്കിലും കടഞ്ഞു പോകും. അതേമാതിരി മനുഷ്യന്റെ കൊഴുപ്പുകൾ, മനുഷ്യന്റെ ബ്ലഡിന്റെ കുഴലുകൾ അഥവാ ബ്ലഡ് വെസൽസ് എന്ന് പറയും, മനുഷ്യന്റെ രക്തക്കുഴലുകൾ. ആ രക്തക്കുഴലിൽ ഏറെയുള്ള കൊഴുപ്പുകൾ അടിഞ്ഞുകൂടി ഒരു വെള്ള കളറിൽ ഇതിങ്ങനെ അടിഞ്ഞുകൂടി അതിങ്ങനെ ബ്ലഡ് ഉള്ളിലോട്ട് പോകാൻ കഴിയാതെ ടൈറ്റായി ഇങ്ങനെ നിൽക്കും. അപ്പൊ ശരീരമാണല്ലോ, ശരീരത്തിലേക്കുള്ള ബ്ലഡുകൾ സർക്കുലേറ്റ് ചെയ്യുന്നത് ഹാർട്ടാണ്. ആ ഹാർട്ട് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡിനെ വലിക്കുമ്പോൾ ഇത് ഇടുങ്ങിക്കിടക്കുകയാണ്. കാരണം ഇത് കൊഴുപ്പ് നിറഞ്ഞിരിക്കുകയാണ്. ഈ നിറഞ്ഞിരിക്കുന്ന കൊഴുപ്പ് കാരണമായി ബ്ലഡ് പോരുന്നില്ല. അപ്പം നമ്മള് വണ്ടി കെട്ട് നന്നായിട്ട് റൈസാക്കുന്ന മാതിരി ഹൃദയം ഈ ബ്ലഡ് ഒന്നുകൂടി പമ്പ് ചെയ്യാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അതിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് അറ്റാക്ക് എന്ന് ഹെർബർട്ട് സ്പെൻസർ തന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയാണ്. മാഷാ അല്ലാഹ് യാ ഇമാനി. അപ്പോ ഒരുപാട് നേതാക്കന്മാരെ നമുക്ക് അൽഹംദുലില്ലാഹ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ബാബു നമുക്ക് എന്തായാലും ഇനി സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. നാളെ വെള്ളിയാഴ്ച. ഇവിടെ ഈ കാരണത്താൽ നാളെ സുബഹി മിസ്സാകാൻ പാടില്ല. അപ്പോ സ്പെൻസർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ബ്ലഡ് കൃത്യമായിട്ട് ഇങ്ങോട്ട് പോരാൻ കഴിയാതെ അതിന്റെ ഉള്ളിൽ കിടന്ന് ബുദ്ധിമുട്ടാകുമ്പോൾ ഹൃദയം എന്ത് ചെയ്യും? നമ്മൾ ബൈക്കുണ്ടല്ലോ എന്നിട്ട് റൈസാക്കുന്നത്, ഇതേമാതിരി ഹൃദയം റൈസാക്കും അത്രേ. ആ റൈസാക്കലിൽ ചിലപ്പം ഈ അടഞ്ഞു കിടക്കുന്ന കൊഴുപ്പ് അങ്ങോട്ട് കയറിപ്പോകും സ്വമേധയാ, ചിലപ്പം കയറിപ്പോകൂല. അപ്പൊ ബ്ലഡ് ഇങ്ങോട്ട് കടന്നു പോകാൻ പ്രയാസപ്പെടുന്ന ആ വലിയാണ് പ്രഷർ എന്ന് പറയുന്നത്. ആ പ്രഷറിൽ ഹൃദയം ശക്തമായിട്ട് ഇങ്ങോട്ട് വലിക്കുമ്പോൾ ചിലപ്പോ ഹൃദയത്തിന്റെ വാൾവ് പൊട്ടാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് അറ്റാക്ക്. ഇതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോമ്പ് വളരെ ഫലപ്രദമാണ് എന്ന് ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന അമേരിക്കൻ സയന്റിസ്റ്റ് തന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയാണ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറുടെ അടുക്കൽ നിന്നാണ് ഞാൻ ഈ വിവരം ശേഖരിച്ചത്. അദ്ദേഹം ഈ വിഷയത്തിൽ വലിയ മാസ്റ്ററി നേടിയിട്ടുള്ള ആളാണ്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്ത് പഠിച്ചതാണ്. അപ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം. ഹെർബർട്ട് സ്പെൻസറിന്റെ ഗ്രന്ഥത്തിൽ ഒരുപാട് മുസ്ലിങ്ങളുടെ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പിനെ കുറിച്ച് ഒരുപാട് നല്ല വശങ്ങൾ. പക്ഷേ നമുക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ദീൻ അതൊന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മളോട് മുന്നോട്ട് പോകാൻ പറഞ്ഞത്. നമ്മുടെ ദീൻ അത് നമ്മോട് ചെയ്യാൻ പറഞ്ഞതുപോലെ നമ്മളങ്ങ് ചെയ്തേക്ക. അതിന് ചില ശാസ്ത്രീയ വശങ്ങൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഉണ്ടാകാതെ വന്നേക്കാം. അതൊന്നും നമ്മൾ നോക്കണമെന്നില്ല. കാരണം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദ ഇല്ലിറ്ററേറ്റ് പ്രൊഫറ്റ് ഓഫ് അറേബ്യ, ഫിലിപ്പ് കെ ഹിച്ച് പോലും മഹാനായ നബിയെ പറ്റി പറഞ്ഞത് അങ്ങനെയാണ്. എഴുത്തും വായനയും അറിയാത്ത പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ശാസ്ത്ര സത്യങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. പക്ഷെ മനസ്സിലാക്കുമ്പോൾ അത് വലിയ തത്വമൈന കൽബി എന്ന് പറഞ്ഞ മനസ്സിനൊരു ഒരു കുറുവൃത്തി, ഒരു സന്തോഷം വരും. അതിനു വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോ യഥാർത്ഥത്തിൽ എന്തിനാണ് പരിശുദ്ധ റമദാൻ ശരീഫിൽ ഒരു നോമ്പ്? ഖുർആൻ ഇറങ്ങിയ മാസം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അള്ളാഹുവിന്റെ വേദം മനസ്സിലാക്കാൻ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ ഹൃദയശുദ്ധി വേണമെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞുവല്ലോ, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനസ്സ് ശുദ്ധമായവനെ വിജയിക്കുകയുള്ളൂ. എങ്ങനെ മനസ്സ് ശുദ്ധമാകൽ? എങ്ങനെയാണ് മനസ്സിന് തസ്കിയത്തുണ്ടാകൽ? മനസ്സ് സ്വാഫിയാകാതെ, ശുദ്ധമാകാതെ റബ്ബിന്റെ കലാം അതിലേക്ക് കിടക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. ഇവിടെയാണ് നമ്മൾ ഔലിയാക്കന്മാരെ പരിചയപ്പെടുന്നത്. ഇവിടെയാണ് ഇബ്ലീസിനെ നമ്മൾ പരിചയപ്പെടുന്നത്. എങ്ങനെയാണ് ഔലിയാക്കന്മാർ ഇബ്ലീസിനെ പരിചയപ്പെടുക?
അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർ, മഹാരഥന്മാർ, നബിയീന, സിദ്ദീഖീന, ശുഹദാക്കന്മാരായ പ്രഗത്ഭരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, ആ ആരിഫീങ്ങളോടുള്ള മഹീയത്തുള്ള ആളുകൾക്ക് കൃത്യമായ റൂട്ടുണ്ടാകും. അവർക്ക് അള്ളാഹുവിന്റെ സ്വഫാഇന്റെ ഖൽബ് അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ടാകും. ഡയറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ഖുർആനിൽ വായിച്ച് ഓതിയിട്ടില്ലേ? സൂറത്ത് തൗബയിലുണ്ടല്ലോ, വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലകും വറസൂലുഹു. നിങ്ങൾ പ്രവർത്തിച്ചോളാം, നിങ്ങൾ പ്രവർത്തിക്കുന്നത് റബ്ബ് കാണുന്നുണ്ട്, റബ്ബനൽ അല്ലാഹ് കാണുന്നുണ്ട്, വറസൂലുഹു വന്റെ റസൂൽ കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, പുണ്യ മദീനയിലെ ഹബീബ് അവിടെ കിടക്കുകയാണ്, അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ചില ആളുകൾ പറയുന്നു, എന്തിനാ മദീനയ്ക്ക് പോകുന്നത്, അവിടെ മരിച്ചു കിടക്കല്ലേ, ആ നബിക്ക് എന്ത് കാണാൻ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഖുർആനിന്റെ നസ്വാൻ ഫസയറല്ലാഹു അമലകും വറസൂലുഹു. നിങ്ങൾ ചെയ്യുന്നത് ആര് കാണുന്നുണ്ട്? റബ്ബ് കാണുന്നുണ്ട്. അതേമാതിരി റസൂലുഹു, ഓന്റെ റസൂലായ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ കാണുന്നുണ്ട്. മാത്രമല്ല വൽ മുഅ്മിനൂൻ, സാലിഹീങ്ങളായ മുഅ്മിനീങ്ങളും കാണുന്നുണ്ട്. അപ്പൊ അള്ളാഹ് കാണുന്നുണ്ട്, അതേമാതിരി റസൂലും കാണുന്നുണ്ട്, അതേമാതിരി മുഅ്മിനീങ്ങളും കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എല്ലാവർക്കും ആ കണ്ണ് വേണ്ടേ? ഖുലൂബുല്ലാരി ഫീന ലഹാ ഉയൂനു തറാമാല ഇറാഹുന്നാറുന. സാലിഹീങ്ങൾ കാണുന്നത് നമ്മുടെ ഈ സാധാരണ കണ്ണുകൊണ്ട് അല്ല. ഔസല്ലാഹു തങ്ങൾ പാപ്പാന്റെ അടുക്കലേക്ക് ഒരാൾ വന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എനിക്ക് മക്കളില്ല, ഞാൻ ഒരുപാട് കാലമായി കല്യാണം കഴിഞ്ഞിട്ട്. ഔസല്ലാഹു പാപ്പ ആ ആളോട് സങ്കടം കേട്ടപാടെ മേലോട്ടൊരു ഒരൊറ്റ നോട്ട ആകാശത്തേക്ക് നോക്കിയില്ല. എന്നിട്ട് പറഞ്ഞു, പടച്ചോനെ കൊടുത്തൂടെ, പടച്ചോനെ ഈ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ പടച്ചോനെ, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും കൊടുത്തൂടെ പടച്ചോനെ, പാവമാണ്, കുറെ കാലമായി കഴിഞ്ഞ ഇവിടത്തേക്ക് ബന്ധിക്കും, കൊടുത്തു പടച്ചോനെ. ഔസല്ലാഹു അത് പറഞ്ഞു എന്നാ. അത് കഴിഞ്ഞ് 32 പോയി ഭാര്യ പിറ്റത്തെ മാസം തന്നെ ഗർഭിണിയായി. അൽഹംദുലില്ലാ. ഇത് ഏത് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ? എവിടേക്കാ റസൂലുള്ളാഹി പാപ്പ നോക്കിയത്? ഇല്ലല്ലാഹുൽ മഹ്ഫൂസ്, എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ട ആ ഗ്രന്ഥത്തിലേക്ക് ഭൂമിയിൽ നിന്ന് നോക്കാൻ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾക്ക് കഴിയും. ഉറപ്പാണ്. ഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലകും വറസൂലുഹു വൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങൾ കാണും, അതുറപ്പാണ്. മുഅ്മിനീങ്ങൾ കാണുക തന്നെ ചെയ്യും. എങ്ങനെ അവർ കണ്ടു? നമുക്കത് പരിശോധിക്കാം. ബഹുമാനപ്പെട്ട മമ്പറത്ത് തങ്ങൾ പാപ്പാന്റെ മുരീദാണ് ബഹുമാനപ്പെട്ട വെളിയങ്കോട്ട് ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. വെളിയങ്കോട്ട് ഉമർ ഖാദി തങ്ങൾ പാപ്പ ബഹുമാനപ്പെട്ട മമ്പറം തങ്ങൾ റജബ് മാസത്തിൽ രാത്രി 3 മണിക്ക് പുലർച്ചെ ഈ ലോകത്തോട് വിട പറയുന്ന രംഗം ബഹുമാനപ്പെട്ട വെളിയങ്കോട്ട് ഉമർ ഖാദി തങ്ങൾ പാപ്പ അവിടുത്തെ തന്റെ ദർസിൽ നിന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അല്ലേ, മഹാനവറുകൾ പറഞ്ഞില്ലേ? മഹാനവറുകൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട മമ്പുറം സയ്യിദ് അലവി തങ്ങൾ പാപ്പായെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാനാണ്. തന്റെ കവിതാ ശേഖരണത്തിൽ മഹാനവറുകൾ എഴുതി വെക്കുകയും ചെയ്തു. അത് ഈ പാട്ട് ഖുതുബുസ്സമാനി സിറാജുൽ അർളി സയ്യിദുനാ മിൻ ദാരി ദുനിയ ഇലാ ദാരിൽ ബഖാഇ സറാ. ബഹുമാനപ്പെട്ട മമ്പുറം സയ്യിദ് അലവി തങ്ങൾ രാത്രി മമ്പുറത്ത് വഫാത്താകുന്ന രംഗം വെളിയങ്കോട്ടിൽ നിന്ന് ഉമർ ഖാദി തങ്ങൾ ഇങ്ങനെ കാണാ. ഇതേതാ? വാട്സപ്പാ? അയ്യേ, വാട്സപ്പിൽ ആരും പോസ്റ്റ് ചെയ്തിട്ടില്ല ഈ കാര്യമൊന്നും. ഏത് കൊല്ലായി നടക്കുന്നത്? അന്ന് FB ഇറങ്ങിയിട്ടില്ല, അന്ന് ഫേസ്ബുക്ക് ഇല്ല, ഇന്റർനെറ്റ് ഒന്നും അന്ന് ഇവിടെ വന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അത് എവിടെയാണ്, എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്? ഖുതുബുസ്സമാനി സിറാജുൽ അർളി സയ്യിദുനാ, നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങൾ പാപ്പ. സറ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ യാത്രയായി എന്നാണ്. രാത്രിയിൽ യാത്രയാകുന്ന രംഗം എങ്ങനെ കണ്ടു? അതാണ് നേരത്തെ പറഞ്ഞ ഖുലൂബുല്ലാരി ഫീന ലഹാ ഉയൂനു തറാമാ ലാ യറാഹുന്നാലിറുനാ. നേരത്തെ ബഹുമാനപ്പെട്ട ദർശിയവരുടെ പ്രഭാഷണത്തിൽ കേരളത്തിലെ ഔലിയാക്കളിൽ പ്രമുഖനായി ഈ ലോകീയയുടെ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട ഈശ്വരി ഉസ്താദ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട പാലക്കാട് ഉസ്താദ് എന്നാ പറയാ. ആ ഉസ്താദിന്റെ നാട്ടുകാരങ്ങനെയാണ് പറയുന്നത്. ഈശ്വരി പാലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോ ബഹുമാനപ്പെട്ട ഈശ്വരി ഉസ്താദ് അവരുടെ അടുക്കൽ തങ്ങൾ വഫാത്താകുന്ന രംഗം മൂപ്പരുടെ അടുക്കലേക്ക് പോയി. ആരാ പോയതെന്നറിയോ? ഒന്ന് ബഹുമാനപ്പെട്ട ഗഫൂർ ദാരിമി മുണ്ടക്കുളം. ഗഫൂർ ദാരിമിയും അതുപോലെ ഇബ്രാഹിം ഹാജി എന്ന വലിയൊരു മഹാനുണ്ട്. അത്
ബഹുമാനപ്പെട്ട കീശേരി ഉസ്താദിന്റെ അടുത്ത ആളാണ്. അപ്പൊ മൂപ്പര അടുത്ത ആളല്ല, സോറി, ഹംസ ഹാജി. ഈ ഹംസ ഹാജി കീശേരി ഉസ്താദിന്റെ അടുത്ത ആളാണ്. ഒരിക്കൽ 2 കൊല്ലം മുമ്പ്, അഥവാ ശംസുൽ ഉലമ വഫാത്താകുന്നത്, ആ വഫാത്താകുന്നതിന്റെ 2 കൊല്ലം 1996, അതിന് 2 കൊല്ലം മുമ്പ്, അതായത് 94-ൽ ശംസുൽ ഉലമയ്ക്ക് ഇതേമാതിരി രോഗം വന്നതാണ്. ആ രോഗം വന്ന ശംസുൽ ഉലമ അങ്ങേയറ്റം അപകടത്തിലാണ്, അല്ലെങ്കിൽ ഡേഞ്ചറസ് കണ്ടീഷനാണ്, ഒരിക്കലും റിക്കവറി ആവുകയില്ല എന്ന് കണ്ടപ്പോൾ ഇതേ ഗഫൂർ ദാരിമി മുണ്ടക്കുളം എവിടേക്ക് പോയതാണ്? ബഹുമാനപ്പെട്ട കീശേരി ഉസ്താദിന്റെ അടുക്കിലേക്ക് പോയതാണ്. അപ്പൊ പോയിട്ട് പറഞ്ഞു, ഉസ്താദ് ദ്വാരക്കണം. എന്ത് ഒന്നല്ല, ഞാൻ ശംസുൽ ഉലമയുടെ അടുത്ത് വരികയാണ്, മറ്റേ അപകടാവസ്ഥയിലെന്നാണ് ഡോക്ടർമാര് പറയുന്നത്, ഒരു നിലക്ക് രക്ഷല്ല എന്നാ പറഞ്ഞത്. അപ്പം കീശേരി ഉസ്താദ് ഇങ്ങനെ ഒരു നിർത്താം, ബാക്കിൽ കയ്യും കെട്ടിയിട്ട് അടുത്ത അടിയിക്ക് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ ആലോചിച്ച്, പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല, കുറച്ചേരം ഇങ്ങനെ ആലോചിച്ച് എന്നിട്ട് പറഞ്ഞാലോ, ഇക്കമൂലർക്ക് പഠിച്ചതും ശിഫ നൽകട്ടെ, ഇക്കമൂലർക്ക് പഠിച്ചതും ശിഫ നൽകട്ടെ, ഇക്കമൂലർക്ക് പഠിച്ചതും ശിഫ നൽകട്ടെ. ഡോക്ടർ മരിച്ച് ഉറപ്പിച്ച്, കാരണം കാലൊക്കെ തണുത്തിട്ടുണ്ടല്ലോ, മരണം ഏതാണ്ടായിരുന്നു. പോയി നോക്കുന്ന സമയത്ത് പിറ്റേന്ന് 6 മണിക്ക് ടെസ്റ്റ് എടുത്തിട്ട് പറയാം, എന്താ സംഭവിച്ചത് നമുക്ക് മനസ്സിലാവുന്നില്ല, സംഗതികൾ ഡിസ്ചാർജ് ആക്കിക്കോളി, ഞങ്ങളാകെ അന്തം വിട്ടിരിക്കുകയാണ്. ഡോക്ടർമാർ അന്ന് പറഞ്ഞാൽ ഇത് മരണത്തിന്റെ 2 കൊല്ലം മുമ്പ് സംഭവിച്ച രംഗമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് 1996 മഹാനവറുകൾ വഫാത്താകുന്ന സന്ദർഭം, സുബ്ഹാനല്ലാഹ്, ഇതേമാതിരി അന്ന് രാത്രി, ശനിയാഴ്ച രാത്രിയാണ്. ബഹുമാനപ്പെട്ടവർ ചെന്നു, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ബഹുമാനപ്പെട്ട കീശേരി ഉസ്താദിന്റെ അടുക്കലേക്ക് ഒറ്റക്കാ പോയത്. അപ്പൊ ഹംസ ഹാജി അവിടെ ഉണ്ട്, രാത്രിയാണ് എത്തിയത്. ഫാത്തിമ ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് അവസ്ഥയിലാണ് പോയിട്ട് അന്നത്തെ മാതിരി പെട്ടെന്ന് ഉസ്താദിനെ കാണാൻ കഴിഞ്ഞില്ല. ആരെ? കീശേരി ഉസ്താദിനെ. അത് ചില ഉദ്ദേശങ്ങൾ വെച്ച് വന്നാൽ കാണും, ചിലത് വെച്ച് വന്നാൽ കാണൂല. കീശേരി ഉസ്താദ് ചിലപ്പോ പറയാറുണ്ട്. അങ്ങനെ ചെന്ന് നോക്കുമ്പോ കാണില്ല. അങ്ങോട്ട് ഉള്ളോട്ട് ഒരൊറ്റ ഓട്ടം, പിന്നെ വരുന്നില്ല. രാത്രി 9-10 മണിയായി. എന്നാ പിന്നെ ഇനി വരും വിചാരിച്ച് കുറെ കാത്തുന്നു. അപ്പൊ ഹംസാജിനെ പിടിച്ച കാര്യം നടക്കുന്ന ആരോ പറഞ്ഞു. അപ്പൊ ഹംസാജിനോട് പറഞ്ഞപ്പോ ഹംസാജി പറഞ്ഞു, ഇപ്പൊ പോണോ, സമയം 10-11 മണിയല്ലേ, ഇനി അതൊരു തഹജ്ജുദ് എണീക്കുമ്പോ നമുക്ക് കുറച്ച് നേരത്തെ, നമുക്ക് ഉറങ്ങാതെ കാത്തുക. അങ്ങനെ അവർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാം, ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. നടക്കുമെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചു ഇറങ്ങി വരങ്ങി അപ്പം വെച്ച് പിടിക്കാൻ വിചാരിച്ചിട്ട് എവിടെ അന്ന് ഇറങ്ങി ഒന്നുമില്ല. വളരെ വൈകി 3, 3:30, 4, 4:30 മണിയായപ്പോ പങ്കുകൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് തഹജ്ജുദിന് വേണ്ടി അത് പെട്ടെന്ന് ഒന്നുകൊടുക്കാണ്ട് കയറിയപ്പോ ഇനി രണ്ടും കൽപ്പിച്ചാണ്ട് കയറുക എന്ന് വിചാരിച്ച് ഹംസാജിന്റെ കൂടെ ഗഫൂർ ദാരിമി മുണ്ടക്കുളാണ് കയറിപ്പോയി. അവിടെ ഈ കാര്യം മുത്തസിലായ സനദോടുകൂടി ഗഫൂർ ദാരിമി നേരിട്ട് പറഞ്ഞതാണ്. അപ്പൊ ആ നേരിട്ട് അങ്ങോട്ട് ചെന്ന സമയത്ത് അസ്സലാമു അലൈക്കും വലൈക്കും സലാം, സലാമൊന്നും മടക്കണില്ല. ഒരു മൂടില്ലാത്ത മാതിരി അങ്ങനെ നിൽക്കാൻ എന്തോ ആലോചനമായി. അപ്പൊ ഹംസാജി പറഞ്ഞേ, സാറേ അവര് തിരിഞ്ഞു നോക്കണമെന്നൊന്നുമില്ല, ആ കോലത്തിൽ നിൽക്കന്നെയാണ്. എന്തോ ഇടിയട്ടിയന്മാര് നമ്മള് ഒരു തരിച്ചമാരി ഒരു മൈൻഡും ഇല്ല, അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഹംസാജി 2-3 വട്ടം, സാറേ ഇവര് ശംസുലുമന്റെ അടുത്ത് വരികയാണ്, കോഴിക്കോട് ആസ്പത്രിയിൽ തീരെ സുഖമില്ലാതെ കിടക്കാണല്ലോ, ഇതെന്തും ഏതായാലും അങ്ങോട്ടൊരു പ്രതികരണം എന്താണ് കേട്ടമെന്ന് പറയാനുള്ള അങ്ങോട്ട് പറയാനേ. അതാണ് പറഞ്ഞു കഴിഞ്ഞ പാടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു വാക്കുണ്ട്, സുബ്ഹാനല്ലാഹ്. ഒരാളൊരു കൃഷി ഇറക്കി, കൃഷി അത് ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ നിർത്താൻ പറ്റുള്ളൂ. ആ ഭാഗമായത് അത് അവിടെ തന്നെ നിർത്തിയാൽ അത് ആ പാടത്തിനും കേടാണ്, ആ വിളക്കും അത് കേടാണ്. അതുകൊണ്ട് ഈക്കമൂലര് പോയിക്കോട്ടെ, ഈക്കമൂലര് പോയിക്കോട്ടെ, ഈക്കമൂലര് പോയിക്കോട്ടെ. ശംസുൽ ഉലമ ഫാത്തിമ ഹോസ്പിറ്റലിൽ വഫാത്തായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം. അത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ. അന്ന് വാട്സപ്പ് ഇല്ല, അന്ന് FB ഇല്ല, അന്ന് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല, ഒന്നുമില്ല. എങ്ങനെയാണ് ഈ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ, ബഹുമാനപ്പെട്ട കീശേരി ഉസ്താദ് ഇത് കണ്ടത്? ആർക്കും കാണാൻ കഴിയാത്ത കണ്ണുകൊണ്ട് ഔലിയാക്കന്മാർ അള്ളാഹുവിന്റെ രഹസ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. എല്ലാരും കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം ഭരണാധിപത്യം ഏറ്റെടുത്ത ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 3ാമത്തെ അമരക്കാരൻ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പിന്നെ മദീന പള്ളിയിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരാൾ കണ്ട് കയറി വന്നു. ഒരു സഹാബി ദൂരെ നിന്ന് ഓടി വരികയാണ്. അല്ല, എന്താ മൂപ്പർ ഇങ്ങോട്ട് കയറി വരുന്നത്? എന്താ ആയിട്ടൂടെ? മൂപ്പരെന്താ ഒരു പെണ്ണിനെ നോക്കിയിട്ട് വന്നിട്ടുണ്ട്. മൂപ്പരെന്താ ഇവിടെ ആ കണ്ണുക്ക് നോക്കി പറഞ്ഞു എന്നാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാന്റെ ഹബീബ് വഫാത്ത് ആയതിനു ശേഷം വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നില്ലേ എന്ന് സഹാബത്തിൽപ്പെട്ട ആരോ പറഞ്ഞു.
അപ്പൊ പറഞ്ഞു വഹയൊന്നും ഇറങ്ങണില്ല, അത് ഫിറാസത്തുൽ മുഅ്മിനാണ്. മുഅ്മിനിന്റെ കണ്ണിക്ക് നോക്കിയ കാര്യം മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ശംസുൽ അതിൽപ്പെട്ട ആളായിരുന്നു ഈയിടെ വഫാത്തായി പോയ. അതിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്ത് എല്ലാം. ഇത്തഖൂ ഫിറാസത്തുൽ മുഅ്മിൻ ഇന്നഹു യൻദുറു മിൻ നൂരില്ലാഹ്. അള്ളാഹുവിന്റെ നൂറ് മുഖേന നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ഇവർ. അള്ളാഹുവിന്റെ നൂറ് മുഖേന നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ആര്? ഈ മഹാന്മാർ. അപ്പൊ ഞമ്മക്ക് എന്തൊക്കെ നൂറില്ലാതെ പോയി. അത് ഉണ്ടാക്കാനാണ് അള്ളാന്റെ നൂറായ ഖുർആന്റെ മാസം. നമുക്ക് അത് വളരെ ഗൗരവമായിട്ട് ഈ നൂറ് എവിടെ ഒരു പ്രകാശം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് ബ്ലോക്കായി നിന്നാൽ ഇതാ ഇപ്പൊ ഞാൻ ഈ ലൈറ്റ് ഇങ്ങോട്ട് അടിക്കാൻ ശ്രമം നടത്തിയാൽ എന്താ സംഭവിക്കുക? ഇതാ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും സെക്കൻഡിൽ. ഇപ്പൊ ഈ ലൈറ്റ് ഇവിടെ തടഞ്ഞു നിന്നു. ഇതിങ്ങനെ നല്ല പവർഫുൾ ലൈറ്റ് ആണെങ്കിൽ ഇവിടെ തടഞ്ഞു നിന്നു. സാധാരണ മുഅ്മിനീങ്ങളുടെ ഹൃദയം 2 ബ്ലോക്കുകൾ ഉണ്ട് എന്നാണ്. ഒന്ന് ദുനിയാവ്, മറ്റൊന്ന് ദുനിയാവാൻ, മറ്റൊന്ന് ദേഹേച്ഛ. ഈ 2 ബ്ലോക്കുകളെ കൊണ്ട് ലൈറ്റ് കൃത്യമായിട്ട് പോണില്ല. ഇവരാണെങ്കിലോ യൻദുറുമിന്നൂരില്ല, റബ്ബിന്റെ പ്രകാശം ഇവർക്ക് ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഡയറക്റ്റ് നോക്കി കാണാൻ കാരണം. അതുകൊണ്ടാണ് ഭയങ്കര കോയപ്പാപ്പ തങ്ങൾ എന്നാ പറയാറുണ്ട്. വേങ്ങരയിലെ കോയപ്പാപ്പയിലെ ഒരു ഭയങ്കരം വലിയാണ്. അവസാന കാലത്ത് മജ്ദൂബായ വലിയായി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാനാണ് വേങ്ങര കോയപ്പാപ്പ. കോയപ്പാപ്പ ഒരു ദിവസം മൂപ്പരുടെ ഒരിക്കലേക്ക് ഒരു വയനാട് പോയിട്ട് പറഞ്ഞു, അല്ല തങ്ങളെ നമുക്ക് ഈ കൊല്ലം ഹജ്ജിന് പോയാൽ എന്താ? ഈ കൊല്ലം ഹജ്ജിന് പോയി. അത് കേട്ട പാടെ പറയാൻ എന്നെ കൊണ്ട് വണ്ടാനാവൂലേ? ഞാൻ മണ്ടൂല, എനിക്ക് ഓടാനാവില്ല. ഹജ്ജിന് പോയിട്ട് എന്തിനാ ഓടേണ്ട ആവശ്യം? ആർക്കൊന്നും പിടി കിട്ടിയില്ല. അപ്പൊ പറഞ്ഞ അത് പ്രശ്നമല്ല, നമുക്ക് കൊടുക്കല്ലേ, നമുക്ക് കൊടുക്കല്ലേ, പാസ്പോർട്ട് ഇതൊക്കെ നമ്മൾ ശരിയാക്കി ഞാൻ കൊടുത്തോളാം. എനിക്ക് മണ്ടാനാവില്ല, എന്നോടല്ല ഞാൻ പറഞ്ഞ എനിക്ക് മണ്ടാനാവില്ല. അത് കഴിഞ്ഞ് പിന്നെയാണ് ആ കൊല്ലത്തെ ഹജ്ജിന്റെ അന്ന് പത്രത്തിൽ വായിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, മിനായിൽ ദുരന്തം, തീപിടുത്തം. മിനയിൽ തീപിടുത്ത ദുരന്തം ഉണ്ടായി. ഇന്തോനേഷ്യക്കാർക്ക് മണ്ടാൻ കഴിഞ്ഞ രാജ്യങ്ങളൊക്കെ മരിച്ചുപോയി. ആ കൂട്ടത്തിൽ ഞാനും പെട്ട. എനിക്ക് മണ്ടാൻ കഴിയില്ലടോ. ഇത് എത്ര മാസം മുമ്പാണ് കോയപ്പാപ്പ തങ്ങൾ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവരെങ്ങനെയാണ് ഇത് കാണുന്നത്? എന്നൂറില്ല. ആ 100 ബ്ലോക്കായി കിടക്കാണ് നമുക്കൊക്കെ. ആ 100നെ ഖുർആനിന്റെ അല്ലാഹുവിന്റെ നൂറാനിയത്ത് കൊണ്ട് ക്ലീൻ ആക്കാനുള്ള മാസമാണ് പരിശുദ്ധ റമളാൻ. അതിന് ഏറ്റവും വലിയ തടസ്സം പള്ളയാണ്. ഈ പള്ളയാണ് ഏറ്റവും വലിയ തടസ്സം. പള്ള ഭയങ്കര തടസ്സമാണ്. അങ്ങനെ തടസ്സം ഉണ്ടോ? ഹദീസ് കേട്ടോളൂ. ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? എന്താണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ദമി ബനി ആദം ലനദറു ഇലാ മലകൂതിസ് സമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാന്റെ മലക്കൂത്ത് നബിമാര് കണ്ടിട്ടുണ്ടല്ലേ? അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നിടത്ത് പറയുന്നുണ്ടല്ലോ. എന്ത് ഇബ്രാഹിം എന്താ നളറുയില്ല മലക്കൂത്തി സമ അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഇബ്രാഹിമിന് മലക്കൂത്ത് സമ കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി ഉള്ളത് എവിടെയാണ്? ഭൂമിയിലാണ്. മൂപ്പർക്ക് നോക്കിയപ്പോ മലക്കൂത്തൊക്കെ പാടെ കണ്ടു. ആകാശം അവരിലെ രഹസ്യങ്ങളൊക്കെ അടിയിൽ തന്നെ കാണാൻ കഴിഞ്ഞു. അത് ഈ കണ്ണാണ്. പക്ഷെ നമ്മുടെ കണ്ണിന് എന്തുണ്ട്? തടസ്സങ്ങളുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ തടസ്സങ്ങൾ നീക്കലാണ് ഖുർആന്റെ ഈ മാസം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള ശ്രമങ്ങളായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്നും. ഇപ്പൊ പള്ള നിറഞ്ഞാൽ എന്താണ്? പള്ള നിറഞ്ഞ ആമ്പക്കെട്ടിട്ട് ഒറ്റ കിടത്താണ്ട് കിടക്കും. അതുകൊണ്ട് ഈ പള്ളനെ മാക്സിമം കൺട്രോൾ ചെയ്ത് ശരീരത്തിലേക്ക് ഭക്ഷണാദി കാര്യങ്ങൾ കയറി ചെന്നാൽ വികാരം മനുഷ്യന് കൂടുമെന്നാണ്. വികാരം കൂടിയാൽ മനുഷ്യൻ വികാര ജീവിയല്ല. ആണോ? മനുഷ്യൻ വികാരവും വിവേകവും ഒരുമിച്ചുള്ള ജീവിയാണ് മനുഷ്യൻ. വിവേകം മാത്രമുള്ള ജീവികളാണ് ആര്? അല്ലാഹുവിന്റെ മലായികത്തീങ്ങൾ. വിവേകം മാത്രമാണ് മലായികത്തീങ്ങൾക്കുള്ളത്. വികാരം മാത്രമാണ് ജന്തുക്കൾക്കുള്ളത്, അഥവാ മൃഗങ്ങൾക്കുള്ളത്. വികാരവും വിവേകവും ഒരുമിച്ചാണ് മനുഷ്യന്മാർക്കുള്ളത്. മൂന്ന് ജാതിയാണ് ഈ ലോകം. ഒന്ന് മലക്കുകൾ, അവർക്ക് എന്തേ ഉള്ളൂ? വിവേകം മാത്രമേ ഉള്ളൂ. അള്ള എന്തോ പറഞ്ഞു അത് മാത്രമേ അവർ ചെയ്യൂ. അള്ള ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല, ചെയ്യാൻ അറിയില്ല. അവർ നെഗറ്റീവ് ഒന്നും അവർക്ക് പരിചയമില്ല. അതാണ് ആര്? മലായികത്തീങ്ങൾ. മലക്കുകൾ വിവേക ജീവികളാണ്.
എന്നാൽ വികാരം മാത്രം പരിചയമുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ ഈ ഭൂമിലോകത്ത് ജന്തുജാലങ്ങളിൽ. അവർക്ക് വികാരം മാത്രമേ അറിയുള്ളൂ, അല്ലേ? മുമ്പേ നടന്നീടിന ഗോവുക്കളെല്ലാം വിവേകമിച്ചീടിന ബഹുഗോവുക്കളെല്ലാം. ഒരു പോത്ത് അങ്ങനെ പോണുണ്ട്, എല്ലാ പോത്ത് ദേ പോണു, മുന്നിലെ പോത്ത് പോണ പോലെ അങ്ങനെ പോകണേ. അതിലേക്ക് പ്രത്യേക വിവേകമൊന്നുമില്ല. ഒരു കോഴി കിണറ്റിൽ പോയി ചാടി, അതിന്റെ വേക്കിലുള്ള കോഴികളും പോയി ചാടി. എന്നാ ഒന്ന് ചിന്തിക്കണ്ടേ, ആ കിണറ്റിക്ക് ഇതൊരു കിണറാണെങ്കിൽ വീണാളും അതങ്ങോട്ട് വീണ് പോയാൽ എന്റെ ജീവൻ പോകും, അതൊന്നും ചിന്തിക്കില്ല. മുമ്പേ അങ്ങനെ പോകണേ, മുന്നേക്കാൾ പോയ മാതിരി അങ്ങനെ പോകും. ഏറ്റെങ്കിൽ വിവേകമല്ല, വികാരം മാത്രമേ ഉള്ളൂ, അല്ലേ? കോഴികളൊക്കെ അവരുടെ ലൈംഗിക പ്രക്രിയ നടത്തുന്നത് ആളുകളുടെ മുമ്പിലാണ്. കാരണം അവർക്ക് അത്രയേ ഉള്ളൂ, ഓലെ കാര്യം നടക്കണമെന്നേ ഉള്ളൂ. ഏറ്റെങ്കിൽ വിവേകമല്ല. ജന്തുജാലങ്ങൾ വിവേകമില്ല, അവർക്ക് വികാരം മാത്രമേ ഉള്ളൂ. മലായികത്യങ്ങൾക്ക് വികാരമില്ല, വിവേകം മാത്രമേ ഉള്ളൂ. ഇത് രണ്ടിന്റെ സമ്മിശ്ര രൂപമാണ് മനുഷ്യൻ. അതുകൊണ്ട് വലക്കത് കറന്ന ബനി ആദം. മനുഷ്യന്മാർക്ക് ഇച്ചിരി പണിയുണ്ടാവും, നല്ലതും വരും ചീറ്റും വരും, ഏതെടുക്കേണ്ടത് കൺഫ്യൂഷൻ ആകും. ആ സമയത്ത് നല്ലത് എടുത്ത് തെരഞ്ഞെടുക്കുന്നവൻ ആണ് മുത്തഖി, അവനാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ, അവനാണ് വിജയിച്ചവൻ. നല്ലത് ചീറ്റും കൂടി ഉണ്ടാകുമ്പോഴാണ് തെരഞ്ഞെടുക്കാൻ പണി. അല്ലാഹുവിന്റെ ലോകത്ത് ഏറ്റവും പവർ മനുഷ്യന്മാർക്കാണ്. അതുകൊണ്ട് അവനത് കറന്ന ബനി ആദമിനെയാണ് നമ്മൾ ബഹുമാനിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ അധികം നെട്ടിപ്പരത്തി പറയുകയല്ല, വലിയ നേതാക്കന്മാർ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ഈ മാസം എന്തിനാണ്? നമ്മുടെ ഹൃദയം വികലീകരിക്കാനാണ്. ഹൃദയം ശുദ്ധീകരിച്ചാൽ എന്ത് കാണാൻ കഴിയും? നേരത്തെ ഔലിയാക്കന്മാർ ഇവിടെ ഇരുന്നിട്ട് ആകാശം കണ്ടതുപോലെ കാണാൻ കഴിയും, അത് ഉറപ്പാണ്. ലനദറു എന്ന് പറഞ്ഞാൽ ലാമ് അത് തഅ്കീദിന്റെ ലാമാണ്, തീർച്ചയായിട്ടും കാണുക തന്നെ ചെയ്യും. എങ്ങനെയായാൽ ലൗലാ അന്ന ശയാത്തീൻ യഹൂമൂന അലാ ദമി ബനി ആദം, മനുഷ്യന്റെ രക്തത്തിലൂടെ ഇബ്ലീസ് സഞ്ചരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ. ഇബ്ലീസ് സഞ്ചരിക്കുന്നത് മനുഷ്യന്റെ രക്തത്തിലൂടെയാണ്. രക്തം ഉണ്ടാകുന്നത് എപ്പോഴാണ്? പള്ളേക്ക് ആഹാരം കൊടുക്കുമ്പോഴാണ്. പള്ളേക്ക് ആഹാരം കൊടുത്താലേ രക്തം ഉണ്ടാവുള്ളൂ, രക്തം ഉത്പാദിപ്പിക്കപ്പെടുള്ളൂ, അന്നജും പ്രോട്ടീനൊക്കെ ഉത്പാദിപ്പിക്കപ്പെടുള്ളൂ. അതിൽ മുഴുവനും ഇബ്ലീസ് നിറഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ ഉള്ളിൽ കൂടെയാണ് ഇബ്ലീസിന്റെ സഞ്ചാരം. അതില്ലായിരുന്നുവെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് അള്ളാന്റെ ലൗഹുൽ മഹ്ഫൂദ് വായിക്കാൻ സാധാരണക്കാരെ നിങ്ങൾക്ക് കഴിയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പൊ എന്തേ സാധാരണക്കാരെ നമുക്കത് കാണാതെ പോയി? നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ മറ വീണു. ആ മറ അള്ളാഹു ദുനിയാവിന്ന് അങ്ങനെ തന്നെ നിലനിർത്തും. പക്ഷേ അത് ഇബാദത്തെടുത്ത് ശുദ്ധമാക്കിയാൽ ഒഴികെ അങ്ങനെ മാറാത്തവരെ മൊത്തം അള്ളാഹു ഇവിടുന്ന് മാറ്റും. സൂറത്ത് ഖാഫ് അള്ളാഹു തആല പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? വകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽ-യൗമ ഹദീദ് എന്ന് പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആൻ. വകശഫ്നാ അൻക ഗിതാഅക, നിന്റെ കണ്ണിന്റെ മൂടി നമ്മൾ എടുത്തു മാറ്റും. ഫബസറുക അൽ-യൗമ ഹദീദ്, അപ്പൊ നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തിയായി വരൂലേ. നിന്റെ കണ്ണിന്റെ മൂടി നമ്മൾ അങ്ങോട്ട് മാറ്റിയാൽ നിന്റെ കണ്ണിന്റെ കാഴ്ച ഭയങ്കരകാരം. ആ മൂടിയിലപ്പ നമ്മളുള്ളത് അത് ഖുർആൻ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും. ആ മൂടി എടുത്തു കളയാൻ നമുക്ക് നോക്കണം. നമ്മുടെ ഹൃദയം നമുക്ക് വിപുലീകരിക്കാൻ കഴിയണം. ഖുർആനിന്റെ വക്താക്കളായി നമ്മൾ മാറണം. ഖുർആൻ പഠിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നിട്ട് നമ്മൾ അധികം തിന്നുന്നത് എന്തിനാണ് അല്ലാഹു തആല ബ്ലോക്ക് ചെയ്തത്? തീറ്റ ബ്ലോക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇബ്ലീസിന്റെ ഈ മജാരി എന്ന് പറഞ്ഞാൽ അതിന്റെ സഞ്ചാരപഥം എന്നാണ്. ഇബ്ലീസ് സഞ്ചരിക്കുന്ന സഞ്ചാരപഥം നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം. ബിൽ ജൂഇ, വിശപ്പ് കൊടുത്തുകൊണ്ട്. അപ്പൊ ഇബ്ലീസ് നിങ്ങളുടെ ശരീരത്തിൽ വരാതിരിക്കണമോ? വിശക്കാൻ നിങ്ങൾ തയ്യാറാകണം. പട്ടിണി കിടക്കാൻ നിങ്ങൾ തയ്യാറാകണം. അങ്ങനെ പട്ടിണി കിടക്കാൻ തയ്യാറായാൽ ഇബ്ലീസ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഓടിയൊളിക്കും. ഇബ്ലീസ് ഓടിയൊളിച്ചാൽ അള്ളാഹുവിന്റെ കലാമ് നിങ്ങളിലേക്ക് വരും. ഇബ്ലീസ് നിങ്ങളിൽ ഉണ്ടായാൽ റബ്ബിന്റെ കലാമ് നിങ്ങളുമായിട്ട് ബന്ധിക്കുകയില്ല. അതുകൊണ്ടാണ് റമളാനിന്റെ മാസത്തിൽ എന്തിനു വേണ്ടി പറഞ്ഞത്? നോമ്പ് നിൽക്കാൻ പറഞ്ഞത്. അപ്പൊ നോമ്പ് എന്ന് വെച്ചാൽ അള്ളാഹിന്റെ ഖുർആൻ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇങ്ങനെ പാവെന്ന് പറഞ്ഞ് പള്ള മറച്ചും തിന്നുകൊണ്ട് ആണെന്നിങ്ങനെ വന്നാൽ ഒന്നും കയറൂല. അതുകൊണ്ടാണ് ഈ റമളാൻ മാസം നോമ്പ് നോറ്റിട്ട് ഹൃദയം ശുദ്ധമാക്കി ഖുർആനും അള്ളാഹുവിനോടുള്ള മഹബത്തും റസൂലിനോടുള്ള മഹബത്തും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ജീവിതം വിപുലീകരിക്കണം. മർഹബൻ യാ ശഹ്റ റമളാൻ. അള്ളാഹു നമുക്ക് റമളാനിനെ ആദരവോടെ സ്വീകരിക്കാൻ, സ്നേഹത്തോടെ സ്വീകരിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നേതാക്കന്മാർ ഇവിടെ പ്രഭാഷണം നടത്താനുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇവിടെ പലപ്പോഴും സംവദിക്കാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. സാഹിബിന്റെ അടുത്ത
ഞങ്ങളുടെ ഫാമിലിയിൽ ബന്ധം കൂടി ഇതിന് കാരണമായിട്ടുള്ളൂ എന്ന് പ്രത്യേകം ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക SKIC-യുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അർഹമായ പ്രതിഫലം വീട്ടിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ തന്നെ നമ്മൾ ഓരോന്നും ഇപ്പോഴുള്ള നമ്മുടെ പ്രോഗ്രാം നോട്ടീസ് എഴുതിയതിന്റെ പുറത്ത് കാണുന്നത് ഒരു പിരിവാണ്. നിങ്ങൾ ഗൾഫുകാരുടെ അവസ്ഥകൾ ആലോചിച്ചത് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ എല്ലാവരും ചിന്തിക്കൂല. അങ്ങോട്ട് എഴുതി വിടും, 2 പടം പോലും ഇങ്ങനെ പിരിപ്പിക്കണം അല്ലേ, അങ്ങനെയാണ്. പക്ഷെ എന്നാലും അതിനിടയിൽ അതിനൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തി പലതും ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ ആലോചിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ പരക്കം പാച്ചിലിനിടയിൽ ഈ നല്ല നല്ല സംരംഭങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന പ്രവാസികളുടെ പ്രയാസം അല്ലാഹുവേ നീ അതിന് അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇരു വീട്ടിലും അവരെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ റാഹത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. ഇൻഷാഅല്ലാഹ് ഇവിടെ ബദറിന്റെ മൗലൂദ് ബദരിത്തുൽ ഹംസിയ നമ്മൾ ഓതിയതാണ്. അപ്പൊ അതിന്റെ ഒരു 2 വാക്ക് പറയാണ്. അതായത് നമ്മളിപ്പോ തിരക്ക് പിടിച്ച് എന്തിനാണോ കുറെ ഇങ്ങനെ അതിങ്ങനെ ചെല്ലുകൊണ്ട് എന്താ കാര്യം എന്ന് ആർക്കെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം റഹ്മാൻ ഫൈസിയും ഞങ്ങൾ ഒരുമിച്ച് ഈ ഉദ്ഘാടന വേദിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് സുപ്രഭാതത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് റഹ്മാൻ ഫൈസി വന്നിരുന്നത്. അൽഹംദുലില്ലാഹ് ആ സമയത്താണ് നമ്മുടെ ഉദ്ഘാടനം നടന്നത്. ഇന്നിപ്പോ എത്രയായി? 4 5 അൽഹംദുലില്ലാഹ്. ഞാൻ അത് മാത്രം പറയാണ്. കാരണം എന്താ ഇതിലൊക്കെ പങ്കെടുത്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു വെറുതെ ഒരു കൂട്ടായ്മ മാത്രമല്ല, വലിയ സംഭവമാണത്. ഇത് ചില്ലറ കാര്യമല്ല. ഞാൻ 2 കാര്യം കൂടെ സംബന്ധമായിട്ട് പറയട്ടെ. പ്രയാസാവോ? നിങ്ങൾ നിർത്തേണ്ട ടൈം വായിക്കണം ഇൻഷാ അല്ലാഹ്. കാരണം 2 കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമ്മൾ എന്തുമായിട്ടാണ് നമ്മുടെ ബന്ധം അതുമായിട്ടായിരിക്കുമെന്നാണ്. യമൂത്തുൽ ഇൻസാനു അലാ മാ ആശ അലൈഹി എന്ന് നബിയുനാ റസൂലുള്ളാഹി. യമൂത്തുൽ ഇൻസാനു അലാ മാ ആശ അലൈഹി. എന്തിനാണോ നമ്മുടെ ജീവിതം അതിനായിരിക്കും നമ്മുടെ മരണം. അപ്പൊ കൂടുതലായി നമ്മൾ ചാറ്റിങ്ങും ഈ ഇങ്ങനത്തെയുള്ള പണികളായിട്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ മരണം അങ്ങനെയായിരിക്കും. കള്ളു കുടിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയായിരിക്കും വേറെ മരണം. എപ്പോഴും സിനിമയും ഫിലിമും ഒക്കെ കണ്ടു നടക്കുന്ന സ്വഭാവമാണെങ്കിൽ അങ്ങനെയായിരിക്കും അവന്റെ മരണം. അള്ളാഹു നമ്മുടെ ആക്ഷിബത്ത് നന്നാക്കി തീർക്കട്ടെ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ഖുർആൻ വല്ലാതെ സ്നേഹിച്ച മഹാനാണ്. ഖുർആനിനെ വല്ലാതെ സ്നേഹിച്ച മഹാനായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ ഓതി 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 ഓരോ ഖത്തം ഒരു ദിവസം ഖത്തം തീർക്കുമത്രേ. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഒരു ഖത്തമോ നമുക്ക് ചിന്തിക്കാൻ കഴിയുണ്ടോ? അത് ഒരു ദിവസം ഒരു ഖത്തം തീർത്ത ആളാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ഇത് ഒരു ദിവസത്തെ കാര്യമല്ല, എല്ലാ ദിവസവും ഒരു ദിവസം ഖത്തം തീർക്കുന്ന കാര്യമായി പറഞ്ഞു. ഇത് എന്നോ ഒരു അത്ഭുതം സംഭവിച്ചതിനെ കുറിച്ചല്ല. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ രാവിലെ മുതൽ ഓതിയിട്ട് വൈകുന്നേരം രാത്രിയാകുമ്പോഴേക്കും ഖുർആൻ 30 ജുസും അങ്ങോട്ട് തീർക്കും. അത് തീർന്നു കഴിഞ്ഞാലോ ഉടൻ ഫാത്തിഹ മറിക്കും എന്നിട്ട് ഓതി തുടങ്ങും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വറബ്ബിൽ വരെ അങ്ങോട്ടും. എന്താ കാരണം? ഖുർആനെ, പരിശുദ്ധ ഖുർആനെ നിന്നോട് പിണങ്ങിയിട്ടില്ല. ഞാനിതാ ഇന്ന് ഇവിടെ ഖത്തം തീർന്നിരിക്കുന്നു, നാളെ ഓടാനുള്ള ഫാത്തിഹ ഞാനിതാ തുടങ്ങി വെക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ മൂപ്പര് മരിക്കണമെന്ന ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ വഫാത്തിന്റെ അന്ന് തലേന്ന് വ്യാഴാഴ്ച ഖത്തം തീർത്ത് വീട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി. അവരെന്നും കാണുന്നതാണ് അതങ്ങ് ചോദ്യാ ഉടൻ. കാരണം എന്താ? അത് ഖുർആനോടുള്ള ഒരു മര്യാദയാണല്ലോ. നമ്മളൊക്കെ അത് ശീലിക്കണം. അഥവാ ഖത്തം തീർന്നാൽ ഉടൻ ഫാത്തിഹ ഓതിയിട്ട് ഖുർആനെ നിന്നോട് തുടങ്ങിയിട്ടില്ല, ഞാൻ നാളെ വീണ്ടും തുടങ്ങുണ്ടോ എന്ന് പറയുന്ന രീതിയാണ് അത്രേ. അത് മഹാനവറുകൾ എപ്പോഴും അങ്ങനെ ചെയ്യുമായിരുന്നുണ്ട്. പക്ഷെ വഫാത്ത് ആണ് എന്ന് മൂപ്പർക്ക് നാളെ വഫാത്താവുമെന്ന് ഉറപ്പായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മൂപ്പർ അന്ന് തുടങ്ങിയില്ല. അപ്പൊ തന്നെ കുടുംബക്കാർക്ക് ഒരു സംശയമുണ്ട്, എന്തേ ആവും. ഏതായാലും അന്ന് രാവിലെ വെള്ളിയാഴ്ച രാവിലെ ആ മഹാൻ ലോകത്തോട് വിട പറയുകയാണ്. ഖുർആൻ ഖത്തം തീർത്തോട് ലോകത്തോട് വിട പറയാൻ കഴിയും. ഖുർആനിനോട് വല്ലാത്ത മഹബത്തായപ്പോ അന്ത്യവും അല്ലാഹു ആ കോലത്തിലാക്കി എന്നാണ്. ഇനി മജ്‌ലിസ് നൂറിന്റെ മഹത്തല്ലെങ്കിൽ കേട്ടിട്ട് എന്തൊക്കെ സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറയാൻ വേണ്ടി പോവുകയാണ്. വഫാത്തിന്റെ തലേന്ന് എല്ലാ കുടുംബക്കാരെയും വിളിച്ചു വരുത്തിയിട്ട് സലാം പറഞ്ഞ് പിരിയുകയാണ്. അസ്സലാമു അലൈക്കും, ഞാൻ ഈ ലോകത്തോട് വിട പറയുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. പിറ്റേന്ന് വെള്ളിയാഴ്ചയാണ്.
മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നു. ആ സന്ദർഭത്തിൽ ഇമാം ശാഫിഈ തങ്ങൾ ശിഷ്യഗണങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇമാം ശാഫിഈ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നു എന്ന വാർത്ത ശാഫിഈ തങ്ങളുടെ വർത്തമാനത്തിൽ നിന്ന് തോന്നിയത് കൊണ്ടാകാം കുടുംബക്കാരും അടുത്ത ശിഷ്യന്മാരുമെല്ലാം ഒപ്പമുണ്ട്. ആനായ ശാഫിഈ ഇമാം ബഹുമാനപ്പെട്ടവരുടെ അടുക്കലേക്ക് ആനായ അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. പിടിക്കാനായിട്ട് ഇറങ്ങി വരികയാണ്. സലാം പറഞ്ഞു കറാഹത്തായി പിടിക്കാൻ ഒരുങ്ങാണ്. അപ്പൊ മൂപ്പർ എന്ത് ചെയ്തു പറയോ? ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ കിബിലയിലേക്ക് തെരഞ്ഞെടുക്കുകയാണ്, നിങ്ങളൊരു കാര്യം വേഗം ഖുർആൻ അടിക്കുന്നു പറഞ്ഞു. ഓക്കെ, നിങ്ങൾ എന്ത് രസമുള്ള മരണമാണ്, നിങ്ങൾ ഖുർആൻ അടിക്കി. എന്നിട്ട് ശിഷ്യന്മാരോട് ഓടാൻ പറഞ്ഞു. ആൽ ഇംറാൻ സൂറത്ത് മറക്കി. ആൽ ഇംറാൻ മറക്കി. എല്ലാവരും ആൽ ഇംറാൻ മറിച്ചു. എന്നിട്ട് പറഞ്ഞു 169 ആയത്ത് മുതൽ ഓടിക്കൂടി വേവത് ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അസ്റാഈൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കാൻ കാലിന്റെ പെരുവിരൽ ഭാഗത്ത് നിന്നാണ്. ഒന്നാമത്തെ ടീം മുട്ടുവരെ പിടിക്കും, അവർ പോകും. രണ്ടാമത്തെ ഊരവരെ പിടിക്കും, അവർ പോകും. മൂന്നാമത്തെ അസ്റാഈൽ അലൈഹിസ്സലാമിന്റെ ടീം ഈ നെഞ്ച് വരെ പിടിച്ചിട്ട് അവർ പോകും. അവസാനത്തെ ടീം റൂഹ് തൊണ്ടക്കുഴയിൽ മുതൽ ഇവിടുന്ന് തൗബ നഷ്ടപ്പെടുക. അതുവരെ ഈ പോസ്റ്റിലൊക്കെ തൗബ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് അള്ളാഹു നമുക്ക് ചാൻസ് തരികയാണ്. പക്ഷെ മനുഷ്യൻ ആ സമയത്ത് മാലി അള്ളാഹുവെ എന്റെ ദുബായിലെ ബിസിനസ്, എന്റെ കുവൈറ്റിലെ ബിസിനസ്, അടുത്തവനെ എന്റെ റബ്ബർ, ഇതൊക്കെ ആയിരിക്കും മനുഷ്യൻ ചിന്തിക്കുക. പക്ഷെ അള്ള തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? എങ്ങനെയെങ്കിലും ചങ്ങായി തൗബ ചെയ്യാൻ ചെയ്തോട്ടെ, ഞാൻ സ്വീകരിച്ചോളാം എന്നാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് നമ്മളെ മുതലേ കാര്യം ചെയ്ത് അള്ളാഹു നമുക്ക് ആഖിറത്ത് നന്നാക്കി തരട്ടെ. അപ്പൊ ഇമാം ശാഫിഈ തങ്ങൾ റളിയല്ലാഹു തആല ലോകത്തോട് വിട പറയാൻ എന്ത് ചെയ്തു? ഇമാം ശാഫിഈ തങ്ങൾ നിങ്ങൾ ആൽ ഇംറാൻ സൂറത്ത് എടുത്തു നോക്കി. എന്താ 169 ആയത്ത് എന്താ? ബദരീങ്ങളെ കുറിച്ചാണ് നമ്മൾ പോതിയത്. എന്താ? കൂട്ടിടും ഇബ്ലീസ് കൂതിനെ കാട്ടിടും നേരം ലണീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുടർപ്പനാല ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അതൊക്കെ ചെല്ലിയിരുന്നില്ലേ? ചെല്ലിയെന്ന് ഫലമുണ്ട്. ഇതിനോട് വല്ലാതെ മഹബത്തുണ്ടായാൽ നിങ്ങൾ ആലോചിച്ചോ. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ ഇത് തുടങ്ങിയതിന്റെ കാരണത്താൽ ഇന്ന് കേരളത്തിൽ എത്രയായത് വ്യാപിച്ചത്? ലോകത്ത് തന്നെ ഇത് കേരളത്തിന് പുറത്തല്ലേ മക്ക, ഇവിടെ അല്ലേ, എല്ലാ അറബ് രാജ്യത്തിലായില്ലേ? കേരളത്തിൽ തന്നെ എത്രയായിപ്പോ, എത്ര പെട്ടെന്നായത്? കാരണം മഹബത്താണ്. മഹാന്മാരായ അല്ലാഹുവിന്റെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളാണ് ഇസ്ലാം ദീൻ ആദ്യമായി ഇവിടെ നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട ബദരീങ്ങൾ. ആ ബദരീങ്ങളോട് മഹബത്ത് വെച്ചപ്പോൾ ഇമാം ശാഫിഈ തങ്ങളുടെ വഫാത്ത് ആ ബദരീങ്ങളെ പറഞ്ഞുകൊണ്ട് തന്നെയായി. വല്ലാത്ത മഹബത്തായിരുന്നു ഇമാം ശാഫിഈ തങ്ങൾക്ക് ബദരീങ്ങളോട്. 169 ആയത്ത് മുതൽ ബദരീങ്ങളെ മഹത്വമാണ് അല്ലാഹു പറയുന്നത്. അത് ഓരോ ആയത്ത് ഓതുമ്പോഴും തന്നെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് ഓടി ഓരോ ആയത്ത് അവസാനിക്കുമ്പോഴും മഹാനവറുകൾ ഉറക്കെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇമാം ശാഫിഈ തങ്ങൾ ആൽ ഇംറാൻ സൂറത്തിന്റെ 169 മുതൽ ആയത്ത് ശിഷ്യന്മാരോട് ഓടാൻ പറഞ്ഞു. അത് ഓരോ ആയത്ത് കഴിയുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം അല്ലാഹുമ്മ റഫീഖൽ അലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതേമാതിരി തന്നെ കേരളത്തിൽ ഇമാം ശാഫിഈ തങ്ങൾ നമ്മൾ കാണാത്ത ആളാണല്ലേ. ഈ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരാളെ ഞാൻ പറഞ്ഞുതരാം. മജ്‌ലിസുന്നൂറിനോട് മഹബത്ത് വെച്ചോളി. ഇന്ന് വന്ന് ഞാൻ അടുത്ത ആഴ്ച എങ്ങനെ വരിക? എനിക്ക് തിരക്കാണല്ലോ, അതിന് നിൽക്കണ്ടേ? എന്തായാലും ബിസിനസ്സും തിരക്കും കഴിഞ്ഞിട്ടൊന്നും നടക്കൂല. ഞാൻ ഒരച്ച നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ്. ചുറ്റുമുറി മൂല്യാർ എന്ന് പറഞ്ഞൊരു മൂല്യാരില്ലേ? ആരാണത്? ഞാൻ അങ്ങനെ പറഞ്ഞ് വേഗം മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. ആരാന്ന് പറയോ? ആദർശായി മൂല്യർ. ഞങ്ങളുടെ നാട്ടിലൊക്കെ അന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഓർമ്മയുണ്ട്. ബഹുമാനപ്പെട്ട ദർസി, അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒക്കെ വലിയ ദ്വാസമയങ്ങൾ പണ്ട് വളരെ ചെറുപ്പത്തിൽ. പിന്നെ ദാറുൽ ഹുദയിൽ വരുമ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് കണ്ടിട്ടുണ്ട്. ഒരു വലിയ പ്രായത്തിലെ വല്ലാത്തൊരു മനുഷ്യനാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ആദർശായി മൂല്യർ ആ പച്ച വല്യൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ഇത് മദീനയിൽ വെച്ച മഹത്വം മഹാനവറുകൾ പറയാറുണ്ട്. കഅബത്തിങ്കിൽ ഈ ഒല്ലി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ പിന്നെ ചില ആയത്ത് ഹദീസൊക്കെ ഓതിയിട്ട് ദീനിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വഅദ് പറയുമ്പോൾ നമ്മുടെ സഹോദരിമാർ അറിയാതെ അവരെ ചെവിട്ടുന്ന ചിറ്റങ്ങോട്ട് മൂർച്ചങ്ങോട്ട് കൊടുക്കും. അങ്ങനെ മുമ്പേ തെറ്റുമുറിയ മൂല്യം ആൾക്കാർ പറയാൻ തുടങ്ങി. വരേക്ക് എത്തുമ്പോഴേക്കാരെ ചോരങ്ങനെ ഒലിക്കുന്ന കാണാൻ നോക്കുമ്പോൾ വയലിന്റെ ഊക്കിൽ ഇതൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടാവും. ആ കോലത്തിലുള്ള മഹാൻ എപ്പം വയലറിഞ്ഞാലും ആ പൈസ കൊണ്ട് പള്ളി ഉണ്ടാക്കും. പള്ളിക്ക് ബദർ മസ്ജിദ് എന്ന് പേരിടും. വേറൊരു പേര് മുമ്പ് ഇടാനായിട്ടില്ല. കേരളത്തിൽ എത്ര ബദർ മസ്ജിദുകൾ ബഹുമാനപ്പെട്ട ആദർശേരി മേമോലയിൽ ഉണ്ടാക്കിയതേക്ക്. ഈ ആദർശേരി മേമോലയിൽ പള്ളി ഉണ്ടാക്കി. എല്ലാ പള്ളിക്കും പേരിട്ടത് ബദർ മസ്ജിദ് എന്നാണ്. വേറൊരു പേര് മുമ്പ് ഇടാനായിട്ടില്ല. ബദരീങ്ങളോടുള്ള മഹബത്തായിരുന്നു. അവസാനം മൂപ്പര് മരിച്ചത്
മൂപ്പരെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. അത് ശരി, സിദ്ദീഖ് സാഹിബ് ഇപ്പൊ ഇവിടെ അൽഹിന്ദ് ഗ്രൂപ്പുമായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ സിദ്ദീഖ് സാഹിബിനോട് ചോദിക്കുക, ഞാൻ പറഞ്ഞ എന്തെങ്കിലും സനത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഈ സംഭവം നടന്നിട്ടില്ലെന്ന്. കുടുംബക്കാരൻ നിങ്ങൾ നാട്ടിൽ ഇപ്പൊ മക്കത്തുണ്ട്, ആദർശേരി കുടുംബക്കാരനാണ്. സിദ്ദീഖിനോട് ചോദിക്കുക. സിദ്ദീഖ് ഇന്ന് പല്ലിന്തേറ്റ് വന്നിട്ടുണ്ട്. ഇനി പോട്ടെ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഹാഫിൾ സയ്യിദ് വാഫി ആദർശേരിയുടെ അടുത്ത തന്റെ വല്യാപ്പയായിട്ട് വരും അദ്ദേഹം. ഞാൻ ഈ സംഭവം വെറുതെ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ വയലെന്ന് പറഞ്ഞൊക്കെ കേൾക്കുമല്ലോ. ഞാൻ പറഞ്ഞ പിന്നോട് പറഞ്ഞു, അത് കാക്ക അങ്ങനെ തന്നെ വെച്ചായിരുന്നു. എങ്ങനെ വെച്ച്? ബദരീങ്ങളോട് വല്ലാത്ത മഹബത്തുള്ള ആദർശേരി മേഖലയാല് മരിക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമാണെന്ന് മാത്രമല്ല, അത് എങ്ങനെയോ അല്ലാഹു തആല കണക്കാക്കി. ആ വെള്ളിയാഴ്ച റമളാൻ 17 തന്നെ, യൗമുൽ ബദർ, ബദറിന്റെ ദിവസം തന്നെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. എന്തൊരു ഭാഗ്യമാണ്. ബദരീങ്ങളെ മഹബത്ത് വെച്ചപ്പോ ആക്ടിവത്തും പഠിച്ചാൽ ആ കുലത്തിലാക്കി. അള്ളാഹു നമ്മുടെ ആക്ടിവത്ത് നന്നാക്കി തരട്ടെ. മജ്ലിസിലുള്ള മഹബത്തുള്ള അള്ളാഹു നന്നാക്കി തരട്ടെ. ദാഹമൗത്തത് കൂട്ടിടും, മരിക്കുന്ന നേരം വല്ലാതെ ദാഹിക്കുമെന്നാണ് ശഫീഉനാ റസൂലുള്ളാഹി. ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത് ജ്ഞാനിഷാ, മരിക്കുന്ന സമയത്ത് സക്കറാത്ത് ഭയങ്കരം തന്നെ. സക്കറാത്താണ്, ദാഹിച്ചിട്ട് വയ്ക്കൂല. അപ്പോ ഇബ്ലീസ് എന്ത് ചെയ്യുന്നറിയോ? ഒരു കൂജയില് കൂജയാണ്, ഒരു കൂജയില് വെള്ളം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാട്ടിത്തരും, ഇതാ കുടിച്ച മോനെ. പക്ഷെ പറയണം, മുസ്അല യഹൂദി മുസ്അല ദീനിൽ യഹൂദി ഖൈറുൽ ദിയാൻ. ജൂതൻ മതത്തിൽ മരിച്ചോ അതാണ് ഏറ്റവും നല്ല മതം, ക്രിസ്ത്യാനി മതത്തിൽ മരിച്ചോ അതാണ് ഏറ്റവും നല്ല മതം എന്ന് പറയും. പക്ഷേ ആ സമയത്ത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞു പോയാൽ അവർക്ക് അവൻ വെള്ളം കൊടുക്കും. അതാണ് ദാഹമൗത്തത് കുട്ടിടം, മരിക്കുന്ന സമയത്ത് വല്ലാതെ ദാഹം വരും. ആ സമയത്ത് ഇബ്ലീസ് കൂജനെങ്ങനെ കാട്ടിത്തരും. നിറച്ച് നല്ല പച്ചവെള്ളം, സൂപ്പർ വെള്ളം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കുടിക്കാൻ വേണ്ടി പൂജ കാട്ടിത്തരും. ആ സമയത്ത് അവന്റെ ലഹീനായ ഈ പിശാചിനെ തൊട്ട് കാവൽ ചോദിക്കുകയാണ്. നേരം ലഹീനവനത്തുവാൻ ബദരീങ്ങളാൽ തുടർപ്പനാ. അല്ലാഹു നമ്മുടെ കാക്കിലത്തെ ബദരീങ്ങളെ ഹത്തജാറ് ബർക്കത്ത് കൊണ്ട് സലാമത്താക്കി തരട്ടെ. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് പുഞ്ചിരിച്ച് കഴിക്കണം, തൗഫീഖ് നൽകട്ടെ. നിർവഹിച്ചു പോയിട്ട് ക്ഷമിക്കണം. എനിക്ക് കുടുംബത്തിനും എല്ലാവരും ഉസ്താദുമാർക്കും ഒക്കെ വേണ്ടി നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം. ഭയങ്കരനായ ചെറുശ്ശേരി ഉസ്താദ്, ഡോക്ടർ ബഹാദുർ ഉസ്താദ്, അവരൊക്കെ എപ്പോഴും ദീനിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടവരാണ്. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. ആയുരാരോഗ്യം അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഞങ്ങൾ ഉസ്താദുമാർ, സംസ്ഥയുടെ സംഘടന, പ്രാസ്ഥാനിക ബന്ധുക്കൾ, അതുപോലെ ബാപ്പ, ഉമ്മ, കുടുംബ ബന്ധുമിത്രാദികൾ മരിച്ചുപോയവരെല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശ്രദ്ധ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.